സുലോചന തങ്കപ്പൻ എന്ന പേരിലെ തങ്കപ്പൻ. കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു സുലോചന പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ പർച്ചേസിങ്ങിന് പോയിക്കേ. ഹലോ എഞ്ചിനീയർ സാർ, പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. ഇത് ജിജി ചേച്ചിയുടെ ഭർത്താവ്. ഞാൻ സുലോചന തങ്കപ്പന്റെ ഭർത്താവ്, സാധാ തങ്കപ്പൻ. ഭാര്യയുടെ മേൽവാസിൽ അറിയപ്പെടാനാ ഞങ്ങളുടെയൊക്കെ ഒരു വിധി. തങ്കപ്പൻ സാറിന്റെ വിധി കറക്റ്റാ. പക്ഷേ ഈ ജോർജ് ഡാനിയലിന് സ്വന്തമായിട്ടൊരു മേൽവാസമുണ്ട്. എന്തേ? ഒറ്റയടിക്ക് 14 ഇഷ്ടിക ഒരുമിച്ച് തവിടുപൊടിയാക്കുന്ന ഏത് കരാട്ടേക്കാരനുണ്ടോ കേരളത്തിൽ? കേരളത്തിൽ നല്ല ഈ ഭൂമിയിൽ ആരുമില്ല. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. കുട്ടി ഒരു 14 ഇഷ്ടി എടുത്തോണ്ട് കൊടുക്കും. ഇയാളൊന്ന് അടിച്ച് പൊട്ടിക്കട്ടെ. കൊണ്ടുവരട്ടെ. കൊണ്ടുവന്ന ഇയാൾ പുഴുകും. മിസ്റ്റർ തങ്കപ്പൻ, മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഐ ഡോണ്ട് മൈൻഡ് യുവർ വേർഡ്സ്, നോട്ട് ഓക്കേ. വൈ? വേണ്ട വഴക്ക് വേണ്ട. അത് ശരിയാ, പുതിയ ഒരാളുടെ മുമ്പിൽ വെച്ച് കുടിക്കാൻ സോറി അങ്ങോട്ട് ഇരിക്കാം. ഓക്കേ. മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് മനുഷ്യപ്പറ്റില്ലാത്തൊരു അലവലാതിയായിരുന്നു. ഞങ്ങൾ അയാളെ ഓടിച്ചു. എങ്ങനെ? വീശുന്ന കൂട്ടത്തിലാണല്ലോ അല്ലേ? എന്ത് ചോദ്യമായി ചോദിക്കണത്? നല്ല ഒന്നാം തരം വീശുകാരനാണെന്ന് ആ കണ്ണ് കണ്ടാ അറിഞ്ഞൂടെ? വീശോ? അതെ, വീശ്. വല്ലപ്പോഴും. പക്ഷെ മിസ്സിന് അത് ഇഷ്ടമല്ല. സാധനം നമുക്ക് സംഘടിപ്പിക്കാം. ഇവിടെ നിന്ന് അടിക്കുന്നതിന് മിസ്സിന് ഇപ്പോ ഇഷ്ടപ്പെടില്ല. എല്ലായിടത്തും ഇതന്നെ കുഴപ്പം. പുതിയ ഒരാൾ വന്നു എന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷിച്ചിരിക്കായിരുന്നു. ദിവസേന ബാറിൽ പോയി അടിച്ച മുതലാവില്ല, അതുകൊണ്ടാ. സത്യമായിട്ടും കാഞ്ചനക്ക് അത് ഇഷ്ടപ്പെടില്ല. ഓ തങ്കപ്പ സാറേ, ബാർ അടയ്ക്കുന്നതിന് മുമ്പ് സ്ഥലം ചായ എടുക്കുന്നുണ്ട്. ചായ? അത് ഈ സമയത്തെ. അയ്യോ, അവര് പോയോ? അവര് കുറച്ച് തിരക്കില്ല. എന്നാ സുഖേട്ടൻ കുടിക്ക. എന്തുമാത്രം പണക്കാരാ സുഖേട്ടാ ഈ കോളനിയില്. ഓരോ വീടുകളിൽ ചെന്ന് നോക്കണം, ഇല്ലാത്ത ഒന്നുമില്ല. ഫ്രിഡ്ജ്, അലക്ക് മെഷീൻ, കാറ്, ഒന്നും പറയണ്ട. ഓരോ സ്ത്രീകളൊക്കെ ഉടുത്തിരിക്കുന്ന സാരി കാണുമ്പോ കൊതിയാവും. ഞാൻ എഞ്ചിനീയർ ആണെന്നാണോ നീ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്? അത് സുഖേട്ടാ, ഞാൻ നോക്കുമ്പോ ഒരാള് കളക്ടർ, വേറൊരാള് വക്കീല്, പിന്നെ ഒരാള് ഡോക്ടർ ഒക്കെ കേട്ടപ്പോ ഞാനും കൊച്ചാവുന്ന പോലെ തോന്നി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി സുഖേട്ടനായിട്ട് അത് തിരുത്താനൊന്നും പോണ്ട. ആരറിയാനാ? അതൊക്കെ പോട്ടെ. എന്നിട്ട് ഈ അലക്ക് മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ തുണിയിട്ട് ചുമ്മാ ഒരിടത്ത് ഇരുന്നാ മതി. അലക്കലും പിഴിയലും തിരുമലും ഒക്കെ മെഷീൻ തന്നെ ചെയ്തോളും. എന്ത് സുഖ. നമ്മൾ അങ്ങനെ പണക്കാരല്ലോ കാഞ്ചനെ. എന്ന് വെച്ച് ദരിദ്രവാസികളല്ലോ. ഇത്തിരി കാശൊക്കെ സുഖേട്ടന് ബാങ്കിലല്ലേ? അത് നാളത്തേക്ക് വല്ലതും കരുതി വെക്കണ്ടേ? ഇന്ന് സുഖമായിട്ട് ജീവിക്കാതെ നാളത്തേക്ക് കരുതി വെക്കുന്നതിൽ ഒരർത്ഥമില്ല സുഖേട്ടാ. ഒടുക്കം വയസ്സുകാലത്ത് ഖേദിക്കേണ്ടി വരും. അലക്ക് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിത്തരാന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ മാത്രം ഇതൊന്നും ഇല്ലാതെ ഈ കോളനിയിൽ ജീവിക്കുന്ന ഭയങ്കര കുറച്ചില്ല സുഖേട്ടാ. ഇൻസ്റ്റാൾമെന്റിൽ കിട്ടുമല്ലേ? അതൊന്നും സുഖേട്ടൻ അറിയണ്ട. ഞാൻ അന്ന് പറഞ്ഞ പോലെ സുഖേട്ടൻ കുറച്ച് ദിവസം ലീവ് എടുക്ക്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാം. മൂക്കും അതൊരു സന്തോഷാവും. എന്നും ഈ അടുക്കളയിൽ കിടന്ന് നരയിക്കല്ലേ സുഖേട്ടാ ഞാൻ. എവിടെ കറങ്ങാൻ? സുഖേട്ടൻ ആദ്യം ലീവ് എടുക്കുന്നേ. ശരിയാ, ഒരു റിലീഫൊക്കെ വേണ്ടേ? ലീവ് എടുത്ത് കളയാം. നോക്കിയേ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? നന്നായിട്ടില്ലേ? ആ കൊള്ളാം. ഇനി ക്രീം നിറത്തിൽ വേറൊരെണ്ണുണ്ട്, അതിട്ടുണ്ട് വരട്ടെ. കുറച്ച് കഴിഞ്ഞു പോരെ, എനിക്ക് സ്വല്പം ജോലി ഉണ്ടായിരുന്നു. സുഖേട്ടാ, ഇനി മുതൽ ദിവ്യമോള് സുഖേട്ടനെ അച്ഛാന്ന് വിളിക്കില്ല. അയ്യോ, അതെന്ത്? എന്നെ അമ്മാന്നും വിളിക്കില്ല. പിന്നെ സുഖേട്ടൻ ഡാഡി, ഞാൻ മമ്മി. ലോകം ഒരുപാട് മുമ്പോട്ട് പോയി സുഖേട്ടാ. കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ പരിഷ്കാരം അറിയേണ്ട ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വേണോ? വേണം. Daddy? Mommy? Daddy? Mommy? Daddy? Mommy? Daddy?
ഡാഡി മമ്മി തനിക്കൊരു കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഇപ്പൊ തന്നെ ഓട്ടോയ്ക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല. ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാറ് ശമ്പളത്തിന് പിടിച്ചോളൂ. ആ ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ? എന്തായി? മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കാറ് കണ്ടീഷനാ. ആ കോളനിയിൽ എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരാൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താർത്ഥം? അത് കറക്റ്റാണ്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ. അതെന്തിന്? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ. ഞാനുള്ളപ്പോ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദ്രാസിയിലെ ടാക്സി കൊടുത്ത കയ്യാണ്. പിന്നെ മോള് സ്കൂൾ വിട്ട് വരുമ്പോ കൂടെ ഇറങ്ങി വന്നില്ലേ ഒരു ടീച്ചർ? ആ നല്ല ഉയരമുള്ള ടീച്ചർ. അവരെന്നെ Hi auntie. Did you see the film Messi on TV? Did you like it? Oh, that old man with long hair and big mustache was simply superb, no auntie? What is his name? My name is Kanjana. Oh no, I'm talking about that actor. മോള് വേഗം മുമ്പോട്ട് നടക്ക. He's a British actor, remember? My husband waiting. What is your husband, auntie? Husband is സുകുമാരൻ. I know that. What is he? No, no. No, what no? മോള് വാ, വേം വാ. Hi, Kanchi. മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരികയായിരുന്നു. അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? Hi, Mom. Get me something to eat. I feel so hungry. ആദ്യം പോയി കുളിക്ക്. ഐ ആം കമ്മിങ്. കാഞ്ചി, നീ വന്നേ. ഞങ്ങളെ ആ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കാഞ്ചി ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചുമപ്പ് മാരുതി അങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചാലും കാണാൻ പറ്റൂല. ഗ്ലാസ് മുഴുവനും പേപ്പർ ഒട്ടിച്ചിരിക്കല്ലേ. ലക്ഷ്മണൻ കോൺട്രാക്ടറുടെ കാറാ അത്. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ ഡിന്നറിന് കൊണ്ടുപോവാ. കോൺട്രാക്ടിന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശ്, അഡ്വക്കേറ്റിനാണെങ്കിൽ കേസില്ല. ആ സ്ത്രീ വല്ലപ്പോഴും ഒരിക്കൽ ഡിന്നർ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലേ? ഈ കോളനിക്കല്ലേ എന്റെ ചീത്ത പേര്? നമ്മളെ പോലെ അന്തസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരപമാനമാ സ്ത്രീ. അത് ശരിയാ. സുലു, ഇറച്ചിക്കറിക്ക് മല്ലി വറുത്തരക്കണോ വറക്കാതിരിക്കണോ? പരുത്തരച്ചോളി തങ്കു. തേങ്ങാപ്പാൽ പുഴിയണം കേട്ടോ. ഓക്കേ. Come to the point. Mom, are you coming or not? ഐ ആം കമ്മിങ് ജോജോ. അവക്ക് ദേഷ്യം വന്നാലേ വല്ല ടിവിയോ മറ്റോ തല്ലിപ്പൊട്ടിച്ച് കളയും. ഞാൻ പോയിട്ട് വരട്ടെ. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി വേറെയും പല കഥകളുണ്ട്. ഞാൻ വന്നിട്ട് പറയാം. നല്ല പുള്ളിയാ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ കുറ്റം പറയുന്നത്. കാഞ്ചിക്കറിയോ നീ പോയ സ്ത്രീയുടെ പൂർവ്വചരിത്രം വല്ലതും? സിംഗപ്പൂരിൽ വെച്ച് ഒരു ചൈനക്കാരനെ കൊന്നേച്ച് ഓടി പോന്നതാ ഈ ജീജി. അയ്യോ, ഒറിജിനൽ പേര് ജീജി എന്നൊന്നും അല്ല, ഏലിയമ്മ. പാവം ചൈനക്കാരൻ സ്വത്തും പോയി ജീവനും പോയി. വശീകരിച്ചെടുത്തതാ. സിംഗപ്പൂരിൽ ചെന്നാലേ ഇവിടെ തൂക്കിക്കൊല്ലും. ആണോ? കൊള്ളാം. ഭർത്താവെന്ന് പറഞ്ഞ ആ കോമാളിയില്ലേ, അവൻ ബോംബെയിൽ ഏതോ ഒരു ഹോട്ടലിൽ ബോയ് ആയിരുന്നു. ഇവള് ഒളിച്ചു താമസിക്കുമ്പോ കൂടെ കൂടിയതാ. ആ ചെറുക്കന്റെ തന്ത വേറെ ആരോ. ഈശ്വര, എന്തൊക്കെയാ ഈ കേക്കണത്? അയ്യോ സുഖേട്ടൻ, ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓട്ടെ ചേച്ചി, പിന്നെ വരാം. ഞങ്ങൾ തല്ലാൻ മതിയെന്ന്. ഇപ്പോഴോ? ഹായ്, ഇത് നമ്മുടെ കാറാണോ സുഖേട്ടാ? അതെ. അയ്യോ, എനിക്ക് സന്തോഷായി. മോളെ, നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കേറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. 4 ആള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. എങ്ങനെയുണ്ട്? കാർ ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കുന്നു. ഇനിയിപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാമല്ലോ. അതൊന്നും തരണ്ട. വണ്ടി അകത്ത് ഇരട്ടെ? വേണ്ട വേണ്ട, മേസ്തിരി ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. ആണോ? പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി. ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി ഇതിനോടൊക്കൂല. ഞങ്ങള് പുതിയ കാറ് വാങ്ങി. പുതിയതല്ല. അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടി അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്തിരി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ? ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും.
ദേ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധം മാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷ്ണാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. മേസ്ത്രി, മേസ്ത്രി, ഏയ്, മേസ്ത്രി, ഇങ്ങോട്ട് വന്നേ. മേസ്ത്രി, ഇങ്ങോട്ട് ഉയ്, വന്നേ. കൊച്ചം. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകളാ. അയാൾ കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് വരാട്ടെ, അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിട്ട് എന്നിട്ട് കാലത്ത് വാ. എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റും. പറ്റൂല പറ്റൂല പറ്റൂല.